ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു മാസൺ ജാർ ബോട്ടിലാട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ഹണിയുടെ ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ജാമിൻ്റെ ബോട്ടിൽ അല്ലെങ്കിൽ അച്ചാറിൻ്റെ ബോട്ടിൽസൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആക്രിലിക് പെയിൻറ്റിലെ ക്രോം യെല്ലോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ബോട്ടിൽ സാധാരണ ചെയ്യുന്ന പോലെയല്ല പെയിൻറ്റ് ചെയ്യുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ആദ്യം വെള്ളം എടുക്കാം. ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് പെയിൻറ്റും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു പെയിൻറ്റിൻ്റെ ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ കുറച്ച് മാത്രം ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഇങ്ങനെ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഭയങ്കര മഴക്കാറൊക്കെ വന്നിട്ട് ലൈറ്റൊക്കെ പോയി ആകതായി. പിന്നെ ഞാൻ ഈ പെയിൻറ്റൊക്കെ മിക്സ് ചെയ്തെടുത്തുകൊണ്ട് അത് വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ആ ഒരു വീഡിയോ എന്നെ കണ്ടിന്യൂ ചെയ്തത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പെയിൻറ്റ് ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലിൻ്റെ അകത്തോട്ടൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ബോട്ടിലൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു പെയിൻറ്റ് ആ ഭാഗത്ത് നല്ലൊരു കവറിങ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ വന്നതിന് ശേഷം നമ്മൾ ആ നെക്കിൻ്റെ സൈഡിലോട്ട് കൊണ്ടുവരിക കേട്ടോ. നമ്മളിങ്ങനെ ഒരുപാട് ഷെയ്ക്ക് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു പെയിൻറ്റിൻ്റെ അകത്തിങ്ങനെ ബബിൾസ് വന്നിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലൊരു നീറ്റായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ സ്ലോലി ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും പെയിൻ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ നെക്കിൻ്റെ സൈഡിലൂടെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ വന്നിട്ടുള്ള ഒരു പെയിൻറ്റ് നമ്മൾ ആ ഒരു ഗ്ലാസ്സിലേക്ക് തന്നെ ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആവാൻ ടൈം എടുക്കും. കാരണം നമ്മൾ കുറച്ചൊരു വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ചേർക്കാതെ ആക്രിലിക് പെയിൻറ്റ് നേരിട്ട് ഒഴിച്ചിട്ട് വേണമെങ്കിൽ റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്നൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. ബാക്കി വന്നിട്ടുള്ള നമ്മൾ ഈ പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് വേറൊരു ബോട്ടിലായിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത സമയത്ത് നമ്മളെ ബോട്ടിൽ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടാണ് വരിക. നമ്മൾ സാധാരണ സ്പോഞ്ചൊക്കെ വെച്ചിട്ട് പുറത്ത് ഇങ്ങനെ 2 കോട്ടൊക്കെ വെച്ച് ഡ്രൈ ആക്കി എടുത്താലും ഇത്രയും ഫിനിഷിംഗ് കിട്ടില്ല കേട്ടോ. അത്രയും നല്ലൊരു ഭംഗിയായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ക്യാമറയിൽ എത്രയും കാണുന്നില്ല, കാരണം ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര മോശമായതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഡിസൈൻസൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ അകത്ത് പെയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം തന്നെ ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് തിന്നായിട്ടുള്ളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ 4 ഒരു കട്ടിങ് പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തും ചെറിയ ചെറിയ ലൈൻസൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വൈറ്റ് കളർ ബോർഡർ ഇങ്ങനെ കാണുന്ന രീതിയിൽ, ആ ഡിസൈനൊക്കെ കാണുന്ന രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് സിമ്പിളായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു കിവിയുടെ ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഒരു 2-3 എണ്ണം നമ്മളെ ബോട്ടിലേക്കൊന്നിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രേപ്സിൻ്റെ ഡിസൈനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പർപ്പിൾ കളർ, പേൾ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ, ആ ഒരു ഗ്രേപ്സിൻ്റെ പോലെ കിട്ടാൻ. അപ്പോൾ നമ്മൾ ആദ്യം മേലെ 2 ഡോട്ട്, പിന്നെ അതിൻ്റെ താഴെ 3, ആ ഒരു രീതിയിലൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റെഡ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ ഒരു ട്രയാങ്കിൾ പോലെ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഡിസൈൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു 2-3 എണ്ണമായിട്ട് എല്ലാ ഭാഗത്തായിട്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ റെഡ് കളർ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിലൊന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഡിസൈനിലേക്കൊക്കെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിലിംഗ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ഡിസൈൻ്റെ ഒരു ഭംഗി കിട്ടുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓറഞ്ച് കളർ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഒന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് ആ ബോട്ടിലിൻ്റെ 4 സൈഡിലായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ പെയിൻറ്റ് തന്നെ എടുത്തിട്ടൊരു ഗ്രീൻ കളർ ഗ്രേപ്സും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ആദ്യം ഒരു ഡോട്ട്, പിന്നെ 2 ഡോട്ട്, 3, 2, 1 ആ ഒരു രീതിയിലൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് നമ്മൾ ആ ഒരു ട്രയാങ്കിൾ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ഔട്ട്ലൈൻ പോലെ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വാട്ടർമെലൻ്റെ ഒരു പീസായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. ആ ഒരു ഗ്രീൻ കളറായിട്ട് അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഗ്രേപ്സിന് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനിങ്ങനെ ചെറുതായിട്ടൊരു തണ്ട് പോലെയും പിന്നെ അതിന് ചെറിയൊരു വള്ളി പോലെയൊക്കെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്.
നമ്മൾ ഒന്നിനിങ്ങനെ ഡീറ്റെയിലിംഗ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു പെയിൻറ്റ് ഡ്രൈ ആയതിന് ശേഷം മാത്രം ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് സ്പ്രെഡായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു ഹാർട്ട് ഷേപ്പ് പോലെ റെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഗ്രീൻ കളർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സ്ട്രോബെറി പോലെ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനിങ്ങനെ ഒരു 3 എണ്ണമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു വാട്ടർമെലൻ്റെ ആ ഒരു ഗ്രീൻ്റെ റെഡിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു വൈറ്റ് കളർ വെച്ചിട്ട് ചെറുതായിട്ടൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ആ ഒരു വാട്ടർമെലൻ്റെ ആ ഒരു ഡിസൈൻ പോലെ ഒന്നിങ്ങനെ കിട്ടാനാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കിവിയുടെ ഡിസൈനൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ആ ഒരു സീഡ്സൊക്കെ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡീറ്റെയിലിംഗ് ചെയ്ത് കൊടുക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു ഡോട്ടായിട്ട് ഇങ്ങനെ കുറച്ച് നീളത്തിലുള്ളൊരു ഡോട്ടായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ആ ഒരു കിവിയുടെ ഡിസൈന്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബ്ലാക്ക് കളർ വെച്ചിട്ട് വാട്ടർമെലനും ഇങ്ങനെ സീഡ്സ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളർ സീഡ്സ് വന്നപ്പോൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്ട്രോബെറിക്കും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സീഡ്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറി വേണമെങ്കിൽ വൈറ്റ് കളർ വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിവിടെ നമ്മൾ ഓറഞ്ചിൻ്റെ ഒരു തീമിൽ ചെയ്യാനായിട്ടായിരുന്നു ഒരു ഓറഞ്ച് സർക്കിൾ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തായിട്ടൊരു ലൈറ്റ് ഓറഞ്ച് വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാനിവിടെ യെല്ലോ കളർ വെച്ചിട്ട് അതിന് ഡീറ്റെയിലിംഗ് ചെയ്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ബോട്ടിലേക്ക് ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഡിസൈനൊക്കെ ചെയ്ത് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ ഒരു ഡിസൈനൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കിവി, ഓറഞ്ച്, പിന്നെ അതുപോലെ സ്ട്രോബെറി, വാട്ടർമെലൻ 2 കളറിൽ ഗ്രേപ്സിൻ്റെ ഡിസൈൻ അങ്ങനെയൊക്കെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ അകത്ത് പെയിൻറ്റ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈന് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇത്രയേ ഉള്ളൂ നമ്മളെ മാസൺ ജാർ ബോട്ടിലായിട്ട്. അപ്പോൾ നമ്മളിതിന് കുറച്ചും കൂടി ഒരു ഭംഗി വരുത്താനായിട്ട് ആ നെക്കിൻ്റെ സൈഡിൽ ഞാനൊരു സാറ്റിൻ്റെ റിബൺ വെച്ചിട്ടൊന്നിങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ ബോട്ടിലായിട്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സാധാരണ ബേസ് കോട്ടൊക്കെ അടിക്കുന്ന പോലെ 2 കോട്ടായിട്ട് ഇങ്ങനെ സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അകത്ത് പെയിൻറ്റ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ. പിന്നെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്തെടുത്തുള്ളത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുക്കുക. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയാൽ നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈനൊക്കെ കിട്ടും. പിന്നെ ബോട്ടിലാണെങ്കിൽ നമ്മളെല്ലാവരുടെ കിച്ചണിലും ഉണ്ടാകുന്നതാണ് ജാമിൻ്റെ അച്ചാറിൻ്റെ ഒക്കെ ബോട്ടിൽസ്. അപ്പോൾ അത് വെച്ചിട്ടൊന്നിങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ള കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന അത്ര ഈസി ആയിട്ടൊരു പോർട്ട്ലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയുള്ള പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. അപ്പോൾ പാംക്രാഫ്റ്റ് തന്നെ കേട്ടോ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരും. അപ്പം നമുക്ക് അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.